മോട്ടറോളയുടെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ടോ G34 5G. അതുപോലെ തന്നെ പോക്കോയുടെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ M6 Pro 5G. ഇതുപോലെ റെഡ്മിയുടെ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റെഡ്മി 12 5G. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G34 5Gയും റെഡ്മി 12 5Gയും അതുപോലെ തന്നെ പോക്കോ M6 Pro 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, റെഡ്മി 12 5Gയും പോക്കോ M6 Pro 5Gയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സത്യം പറഞ്ഞാൽ രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, രണ്ടും റീബ്രാൻഡഡ് ഫോൺസ് ആണ്. അപ്പം സെയിം ഫോണുകളാണ് രണ്ടും, വിലയുടെ കാര്യത്തിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്നുകിൽ റെഡ്മി 12 5G അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ M6 Pro 5G എന്നേ പറയുള്ളൂ. അത് പറയുമ്പോൾ മറ്റേ ഫോണിനും കൂടി ആ ഒരു കാര്യം ബാധകമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G34 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം റെഡ്മിയിലും പോക്കോയിലും കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മോട്ടറോളയിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് റെഡ്മിക്കും പോക്കോക്കും വരുന്നുണ്ട്. ഈ 3 ഫോണുകളിലും LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫോണുകളിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. മോട്ടറോളയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. 3 ഫോണുകളിലും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. മോട്ടറോളയുടെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. റെഡ്മിയിലും പോക്കോയിലും ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഇത് ഏകദേശം അടുത്ത് വരുന്ന പ്രൊട്ടക്ഷൻസ് ആണ്. പിന്നെ മോട്ടറോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 550 നിറ്റ്സ് ആണ്. റെഡ്മിയുടെയും പോക്കോയുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 550 നിറ്റ്സ് ആണ്. അപ്പം അതിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ഇതിലേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചറാണ്. പിന്നെ ഈ 3 ഫോണുകളിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 179 ഗ്രാമാണ്. റെഡ്മിയുടെയും പോക്കോയുടെയും വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവ് മോട്ടറോളയ്ക്കാണ്. ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 8 mm ആണ്. റെഡ്മിയുടെയും പോക്കോയുടെയും തിക്നെസ് വരുന്നത് 8.17 mm ആണ്. അപ്പം തിക്നെസ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ മോട്ടറോളയിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഡ്മിയിലും പോക്കോയിലും IP53 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് റെഡ്മിയിലും പോക്കോയിലും വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലും റെഡ്മിക്കും പോക്കോക്കും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നാലും മോട്ടറോളയിൽ ഒരു ലെതർ ടൈപ്പ് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G34 5Gയിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. റെഡ്മിയിലും പോക്കോയിലും സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 പ്രോസസ്സറിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സേഴ്സാണ്. ഭയങ്കര വലിയ ഡിഫറൻസ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകളാണ് ഈ ഫോണുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ 3 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോട്ടറോളയിൽ 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. റെഡ്മിയിലും പോക്കോയിലും 7 5G ബാൻഡ്സേ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സ് മോട്ടറോളയിൽ വരുന്നുണ്ട്. ഈ 3 ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. മോട്ടറോളയിൽ 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. എന്നാൽ റെഡ്മിയിൽ ഇങ്ങനെ ഒരു വെർഷൻ വരുന്നില്ല. റെഡ്മിയിലും പോക്കോയിലും 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള വെർഷൻസ് മോട്ടറോളയിലും വരുന്നില്ല. 3 ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റെഡ്മിയിലും പോക്കോയിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ മോട്ടറോളയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റെഡ്മിക്കും പോക്കോക്കും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ 3 ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മോട്ടറോളയിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള MyOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്.
റെഡ്മിയിലും പോക്കോയിലും ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ മോട്ടറോളയിൽ വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അധികം ബ്ലോട്ട്വെയർസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും കുറച്ച് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 2 മെഗാ പിക്സൽ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോട്ടറോളയിൽ കളേഴ്സ് കുറച്ചും കൂടി ബൂസ്റ്റഡ് ആണ്. എന്നാൽ റെഡ്മിയിലും പോക്കോയിലും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പം ക്യാമറ കമ്പാരിസൺസ് ഒക്കെ ചെക്ക് ചെയ്തപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മോട്ടറോളയിൽ വരുന്ന ഫോട്ടോസാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ മോട്ടറോളായിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് മോട്ടറോളയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. റെഡ്മിയിലും പോക്കോയിലും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. അപ്പോൾ ക്യാമറ ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടോ G34 5G എന്ന ഫോണായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. റെഡ്മിയിലും പോക്കോയിലും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മോട്ടറോളയിൽ ഫോണിൻ്റെ ബോക്സിൽ തന്നെ 20 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. റെഡ്മിയിലും പോക്കോയിലും ഫോണിൻ്റെ ബോക്സിൽ 22.5 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണുകളുടെ ബോക്സിൽ തന്നെ ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളിലും 4GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. മോട്ടറോളയുടെയും അതുപോലെ തന്നെ പോക്കോയുടെയും ഈ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. റെഡ്മിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയ്ക്കും അതുപോലെ തന്നെ പോക്കോക്കും വില കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ റെഡ്മിക്ക് വില കുറച്ചും കൂടി കൂടുതൽ വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. റെഡ്മിയിലും പോക്കോയിലും 6GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷൻ്റെ റെഡ്മിയുടെ വില വരുന്നത് 13,999 രൂപയാണ്. പോക്കോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. പിന്നെ 8GB RAM 256GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. റെഡ്മിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 15,499 രൂപയാണ്. പോക്കോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 13,499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. പിന്നെ ഈ ഫോണിൽ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഒരു ലെതർ ടൈപ്പ് ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. റെഡ്മിയുടെയും പോക്കോയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണുകളിൽ IP53 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ബോർഡിയും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. പിന്നെ പോക്കോക്ക് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഇനി റെഡ്മിയുടെയും പോക്കോയുടെയും മാത്രം കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ഫോണുകളാണ്. വിലയുടെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല പോക്കോ ബ്രാൻഡിങ്ങിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ റെഡ്മി 12 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ 3 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 3 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.